ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നൈസ് പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാസർഗോഡൻ സ്റ്റൈലിൽ പൊതുവെ ഇങ്ങനെ അല്ല കേട്ടോ ചെയ്യാറ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അരിയൊക്കെ വെച്ച് അരച്ചൊക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു രീതിയിലും ഞാൻ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നൈസ് പത്തിരിയാണിത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കണം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡബിൾ ഹോഴ്സിൻ്റെ പത്തിരി പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള അപ്പം, ഇടിയപ്പം, പത്തിരി ഒക്കെ ചെയ്യാറുള്ള ഈ ഒരു പത്തിരി പൗഡർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. 3 കപ്പ് പത്തിരി പൗഡർ വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ 3 കപ്പിന് 3 കപ്പ് വെള്ളം ചേർക്കാനാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് ഒട്ടും വെള്ളം മതിയാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ്. അതുപോലെ ഒരു 2-3 ടീസ്പൂണ് എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് തിളക്കുമ്പോൾ നമുക്ക് ഇതിലോട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് പൊടി ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക. ഇനി നമുക്ക് പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായി മിക്സാക്കി എടുത്ത ശേഷം 1 മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് 1 മിനിറ്റോളം ഞാൻ ഇതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം വലിയ പാത്രമായത് കൊണ്ട് ഞാൻ ഇതിൽ തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്താലും മതി. അപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് സാധാരണ ചെയ്യുന്ന പോലെ ചെറിയ ബോൾസാക്കി എടുക്കുക. എന്നിട്ട് ഒന്ന് പരത്തിയെടുക്കുക. സാധാരണ നൈസ് പത്തിരി ചെയ്യാറുള്ളത് ചപ്പാത്തി പലകയിൽ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കാറാണ്. പക്ഷെ ഞാൻ പത്തിരി പ്രസ്സിൽ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്തിനാ നമ്മൾ വെറുതെ അങ്ങനെ ചെയ്യുന്ന, ഇങ്ങനെയും ചെയ്യാമല്ലോ. നമുക്ക് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു പ്ലാസ്റ്റിക് കവറിലോട്ട് ഞാൻ കുറച്ച് എണ്ണയും കൂടെ തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായി പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. വേണമെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്തിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കിത് ചൂടായ തവയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കി വെച്ചിട്ട് ഇതുപോലെ ആദ്യം ഒന്ന് പത്തിരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 10-15 സെക്കൻഡിൻ്റെ സമയം കൊണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അത്രയേ വേണ്ടുള്ളൂ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഇങ്ങനെ ഒരു കുമിള പോലെ ചെറുതായിട്ട് ഇങ്ങനെ വരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊള്ളി വരും. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നൈസ് പത്തിരി ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല തിന്നായിട്ട്, അതുപോലെ നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറേ പണിയുമില്ല, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ 2-3 ഇടുന്ന പത്തിരി തവയൊക്കെ ഉണ്ട്. അതിലാണെങ്കിൽ നമുക്ക് ഒറ്റ പാൻ വെച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ 2 പാൻ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു 10-15 സെക്കൻഡ് ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കൂലേ. എന്നിട്ടത് മറ്റേ പാനിലോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഈ ഒരു ആദ്യത്തെ പാനിൽ പരത്തിയ ഷീറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഒരു 10-15 സെക്കൻഡ് ആ ഒരു സമയമാകുമ്പോഴേക്കും ആ മറ്റേ പാനിലുള്ളത് ഓക്കെ ആയിട്ടുണ്ടാവും, റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്.
അപ്പോൾ ഞങ്ങൾ മുമ്പൊക്കെ ചെയ്യാറുള്ളത് അരി വെച്ചിട്ടാണ് കേട്ടോ, അരി അരച്ച് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യാം. കുറേ പേര് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അതൊന്നും അറിയില്ലല്ലോ, അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പിന്നെ ഞങ്ങൾ അരി കഴുകി അത് റൈസ് മില്ലിലൊക്കെ കൊടുത്ത് പൊടിപ്പിച്ചെടുക്കാറുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇത്രയും വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി. അതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്